ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കാലത്ത് തന്നെ അണിച്ചിട്ട് ബദാം തൊല്ലിയിട്ട് വെക്കുന്ന ഒരു 5 ദിവസത്തെ ബദാം തൊല്ലിയിട്ട് വെക്കുന്ന 5 നാൾക്കുള്ളത് പൊത്തിയിട്ട് വെച്ചിട്ട് ഞാൻ കാലത്ത് അണിച്ച് തൊല്ലിയിട്ട് വെച്ചതാണ്. പിന്നെ 5 നാൾക്കുള്ള തൊല്ലണ്ടല്ലോ, എല്ലാം തൊല്ലാൻ കഷ്ടമാണ്. പിന്നെ ഒരു അത്തിപ്പായം ദിവസം കുടിക്കുന്നത് ഞൗണ്ടിയിട്ട് വെള്ളത്തിൽ, അത് ദിവസം തന്നെ പൊത്തിയിട്ട് ഇങ്ങനെ കുടിക്കുന്നത്. പിന്നെ ഇഡ്ഡലി നല്ല സ്മൂത്ത് ഉണ്ടായിരുന്നു മക്കളെ. പിന്നെ നല്ല ചട്നി ആക്കി പുതിന, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് പച്ചമുളകെല്ലാം ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അതും ഞാൻ എല്ലാ നാളിലും തിന്നില്ല. അപ്പം എന്തും ഇത് ഒരു ദിവസം മനസ്സാമ തിന്നുന്ന ഞാൻ ഇന്ന് നല്ല ഇഡ്ഡലി നല്ല കണ്ടി തിന്നു. ഞാൻ കൊതിയായി കണക്ക് തിന്നായിട്ടായി. നല്ല ടേസ്റ്റായിന് മക്കളെ. അങ്ങനെ ഇറച്ചി കൊണ്ടിട്ടുണ്ടായിന്. അതിന് എന്തൊക്കെ ഒരു ഉച്ചക്ക് മഞ്ഞത്തണിയും ജാക്ക് ഭർത്താറിയാക്കാനായിട്ട് അങ്ങനെ കുറച്ച് മുളക് പൊടിയെല്ലാം തീർന്നിന്. അങ്ങനെ മുളകും ഇടിമുളകും മല്ലിയില ഇട്ടിട്ട് വറുക്കുന്നതിന് നല്ല വറുത്തിട്ട് മിക്സിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരക്കുന്നത്. അങ്ങനെ ഇറച്ചിന് എന്താക്കി ഞാൻ കണ്ടാക്കിയിട്ട് അതിനെല്ലാം കട്ടാക്കിയിട്ട് കുക്കറിൽ വേവാൻ വെക്കുന്നത്. നല്ല കതിയിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു സൈഡ് വെച്ചിട്ടാണ് അങ്ങനെ അതിന് തണ്ണിയെല്ലാം ഉരിയപ്പിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമെല്ലാം വിറ്റിട്ട് വേവാൻ വെക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെ. ഇത് ഇപ്പോഴത്തെ ചെറിയ കിടാക്കെല്ലാം ഇരിക്കുന്നവരെ പിള്ളേർ, പെണ്ണുപിള്ളേർ, അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് ഈ വലിയ ഉള്ളിയും കട്ടാക്കിയത് ഉണ്ടല്ലോ അതും ഇട്ട് പച്ചമുളകും ഇട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കുക, വരട്ടുന്നത്. കുറച്ച് ഉപ്പും ഇടുന്നു. സവാള ഇതാവാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഉപ്പും ഇടുന്നു. ഞാൻ എൻ്റെ ഉപ്പള വാസയിലേ മുണ്ടുന്നത്. ഇത് പിന്നെ ഞാൻ ഇറച്ചി വെച്ചിട്ട് അത് നല്ല ഇറച്ചി നല്ല ബന്ധിന് ഇറച്ചി, നല്ല ഇറച്ചി കിട്ടിയത്. 1 കിലോ ഇറച്ചിയുണ്ട്. പിന്നെ ജാവക്ക് ഉച്ചക്ക് ആകുമ്പോൾക്ക് വേണ്ടി വരുന്ന 1 കിലോ. ഉച്ചക്ക് മഞ്ഞത്തണ്ണി ആക്കി. ഉച്ചക്ക് നെയ്മൊന്നില്ല, ഞാനും നബിലും ഫാത്തിമയും. പിന്നെ ഫാത്തിമ ഇറച്ചി തിന്നില്ല, കാലിന് മഞ്ഞത്തണ്ണി മാത്രം കൂട്ടുന്ന. നബിലും ഞാനും മാത്രം ഉച്ചക്ക് കൂട്ടിയത്. ജാവ് നെയ്മും നബിലും ഫാത്തിമയിലും ഇതാക്കി. അവൾ ഇറച്ചി ഒന്നുമില്ല, കാലിൻ്റെ കറി മാത്രം കൂട്ടുന്നത്. ഞാനിങ്ങനെ 2 തമ്പട്ട ഇട്ടിട്ട് വേവാൻ വെച്ച്. നല്ല തമ്പട്ട നല്ല ബന്ധിന് അതിനെ വടക്കുന്നത് കയറിൽ തന്നെ വടിച്ചിട്ട് പൊടികളെല്ലാം ഇടുന്ന. ഞാൻ കുറച്ച് ഇതിടുന്ന മെത്ത ഇടുന്നതിനെങ്കിൽ തടിക്കും നല്ലത് സംഭവ. പിന്നെ നല്ല കറിയും ടേസ്റ്റാകുന്നുണ്ട്. പിന്നെ ഗരം മസാല പൊടി, പിന്നെ കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നല്ല വരട്ടിയിട്ട് പിന്നെ ഞാൻ അരച്ച മുളക് ഉണ്ടല്ലോ അതൊരു 5 സ്പൂൺ ഇടുന്നു. അതിട്ട് അതിൻ്റെ നല്ല പച്ചമണം നല്ല പോകുമ്പോൾക്ക് ഇറച്ചി. ഞാൻ പിന്നെ അടുപ്പിൽ ചോറ് വെച്ച് അതിന് ഇപ്പോൾ കിച്ചിട്ട് വാർത്തിട്ട് വന്നത്. അങ്ങനെ അതേ അടുപ്പിൽ തന്നെ തീ ഉണ്ടായിരുന്നു. അതിൽ ഈ മസാലേനെ ഈ ഇറച്ചിക്ക് തന്നെ മിക്സാക്കിയിട്ട് ഒരു മണിൻ്റെ ഇട്ടിലിട്ടിട്ട് അവിടെ പുറത്ത് തന്നെ വെക്കുന്നു. വെച്ചിട്ട് അത് നല്ല ഇറച്ചി മസാലയൊക്കെ എല്ലാം പിടിച്ചതിന് നല്ല കുറേ തിളച്ച പിന്നെ എടുത്തിട്ട് ഉള്ളിൽ വെച്ചാൻ. ഉള്ളിൽ വെച്ച് ജാത്തത് ഭർത്ത കറി മോന്തിക്ക് തന്നെ ആക്കുന്നത്. ഞാൻ ജിമ്മിന് 1 മണിയാകുമ്പോൾ പോന്നു. പോയിട്ട് 2:30 മണിയെല്ലാം ആകുമ്പോൾ വരുന്നു. വന്നിട്ട് ഞാൻ വൈകിട്ടത്തെ കറീൻ്റെ പണിക്ക് പോയി. പത്തളവിന് ജാവക്ക് 10. എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കണ്ട.
കമണ്ടെല്ലാം വായിക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. അതെ, ചോറെല്ലാം പാർത്തിലൂടെ പുറത്തേ വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾ എന്തായാലും കമണ്ട് ഇടണോ? കമണ്ട് എല്ലാവരും ഇടണോ, മറക്കണ്ട. കമണ്ടെല്ലാം വായിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമാകുന്നുണ്ട്. നിങ്ങൾ ആരും അല്ലേ, ഇപ്പം എൻ്റെ തന്നെ അല്ലേ. പിന്നെ കുറച്ച് മുരിങ്ങച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇല്ല, ഇവിടെ എത്ര തൈ നട്ട് ആനയില്ല. അത് വേറെ അടുത്തുനിന്ന് കുഴന്നിട്ട് ഭർത്ത കറിയാണ്. ഇവിടെ ആരും തിന്നില്ല, ഞാൻ മാത്രം തിന്നത്. ഭർത്ത കറിയാക്കി. പിന്നെ ചോറുമായി, കറിയായി, ബീഫിൻ്റെ മഞ്ഞത്തണ്ണിയായി, മുരിങ്ങച്ചപ്പിൻ്റെ ഭർത്ത കറിയായി എല്ലാം ആയിട്ട് ഞാൻ ചോറും വെച്ച് ജിമ്മിന് നിസ്കരിച്ചിട്ട് ജിമ്മിന് പോയിട്ട് പിന്നെ 2:30 മണിയാകുമ്പോൾ വരുന്നത്. എന്നിട്ട് അസർക്ക് എന്തെങ്കിലും തിന്നിട്ട് ജാവത്തെ പണി. പിന്നെ ജാവത്തേന് എനിക്ക് തേങ്ങ കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് ബഡ് സോപ്പും ഇട്ടിട്ട് മിക്സിയിൽ ഇറുക്കുന്നവർക്ക് ആക്കിയാൽ മതി. നല്ലതാണ്, ടേസ്റ്റാണ്. കുറച്ച് വറുത്താൽ മതി, വലിയ വറുക്കണ്ട. കുറച്ചേന് വറുത്തിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ജാവത്തെ പണിയെല്ലാം ആയിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ജാവ് ആക്കിയിട്ട് ഇരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ മക്കളെ. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇത് ഞാൻ ജിമ്മിന് പോയപ്പോൾ കുറച്ച് വീഡിയോ എടുത്തത് നിങ്ങൾക്കെല്ലാം കാട്ടാൻ വേണ്ടിയിട്ട്. അവിടെ പേടിയാവുന്നുണ്ട്, ആർക്കും ഇഷ്ടമായിരിക്കുന്നില്ല അല്ലേ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് സൈഡിൽ നിന്നായിട്ട് എടുത്തത്. ഇത് ജാവത്തെ കറിയും പത്തളും. പിന്നെ നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. അടുത്ത വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ ഉൾപ്പെടുന്നു.